ഹലോ നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 മാത്തമാറ്റിക്സിൻ്റെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കുറച്ച് മാത്രം എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സസൈസ് 14.1 ആണ്. 14th ചാപ്റ്ററാണ്. 14.1 ആണ് എക്സസൈസ്. Then a die is rolled and E be the event such that die shows 4 and F be the event such that die shows even number. E and F മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൈ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്താണ് വരുന്നത്? 1 to 6 വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു പർട്ടിക്കുലർ ഈവൻ്റ് ആണ് ഡൈ ഷോസ് 4 എന്ന് പറയുന്ന ഈവൻ്റ് ഇ എന്ന് പറഞ്ഞ് നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈ ഷോസ് 4 എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്കംസ് എന്ന് വരുന്നത്. ഇനി അടുത്ത ഇവൻ്റ് എഫ് എന്ന് പറയുന്ന ഇവൻ്റ് എന്ത് പറഞ്ഞിരിക്കുന്നു? ഡൈ ഷോസ് ഈവൻ നമ്പർ ആണെങ്കിൽ 2, 4, 6 എന്നീ നമ്പേഴ്സ് വരുന്ന ഔട്ട്കംസ് വരുന്ന ഈവൻ്റ് ആയിരിക്കും, അതായിരിക്കും എഫ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റർസെക്ഷൻ എടുത്ത് നോക്കണം. നമ്മൾ ചോദിച്ചിരിക്കുക മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 2 ഈവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്നത് എങ്ങനെയാണ്? ആ 2 ഈവൻറ്റിൻ്റെ എ ആൻഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആവും. സോ അവർ പരസ്പരം എന്താണ്? എക്സ്ക്ലൂസീവ് ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സോ ഇവിടെ നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ സെറ്റ് 4 കിട്ടും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. അപ്പോൾ ഇത് നൾ സെറ്റ് അല്ല. നൾ സെറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല എന്ന് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 2, എ ഡൈ ഈസ് ത്രോൺ ആൻഡ് ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. അപ്പോൾ ഡൈ ത്രോ ചെയ്യുന്നതാണ് ഇവിടുത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡൈ റോൾ ചെയ്യുന്നു, ത്രോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം റാൻഡം എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇവിടെ ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസ് അറിയാം അല്ലേ? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 to 6 കൗണ്ടിങ് നമ്പേഴ്സാണ്. അപ്പോൾ ഓരോ ഈവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഈവൻറ്റ്സ് എഴുതാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈവൻറ്റ്സിൻ്റെ സെറ്റ് എഴുതാനാണ്. സോ എ നമ്പർ ലെസ് ദാൻ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈ ഔട്ട്കംസും അവിടെ വരും. 1 to 6 കൗണ്ടിങ് നമ്പേഴ്സ് വരും. ബി എ നമ്പർ ഗ്രേറ്റർ ദാൻ 7. അങ്ങനെ ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൈക്കകത്തൊരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഔട്ട്കം വരാത്തത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് അവിടെ ഒരു നൾ സെറ്റാണ് കിട്ടുന്നത്, നൾ സെറ്റ്. ദെൻ സി എൻ മൾട്ടിപ്പിൾ ഓഫ് 3. 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, പിന്നെ 6 ഉണ്ട്. അപ്പോൾ 2 ഔട്ട്കംസ് വരുന്ന ആ ഒരു ഈവൻ്റാണ് സി എന്ന ഈവൻ്റ്. ഡി എന്ന ഈവൻ്റ് നമ്പർ ലെസ് ദാൻ 4. 4നേക്കാൾ ചെറിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 വരുന്ന ആ ഒരു സെറ്റാണ് ഡി എന്ന ഈവൻറ്റിന് വരുന്നത്. ഇ എന്ന ഈവൻ്റ് ആൻ ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4. 4നേക്കാൾ വലുതായിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്, 5ഉം 6ഉം ഉണ്ട്. പക്ഷേ ഈവൻ നമ്പർ 6 മാത്രമാണ്. സോ ഇ എന്ന ഈവൻ്റ് ഔട്ട്കം 6 വരുന്ന ഈവൻ്റാണ്. ദെൻ എഫ് എന്ന ഈവൻ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? നമ്പർ നോട്ട് ലെസ് ദാൻ 3. അപ്പോൾ 3നേക്കാൾ ചെറുതാവരുതെന്ന് പറയുമ്പോൾ 4ഉം 5ഉം 6ഉം. ഓക്കെ, 3നേക്കാൾ ചെറുതാവരുത്, അപ്പോൾ 3ഉം വരണം. ഓക്കെ, അപ്പോൾ 3, 4, 5, 6 എന്നീ 4 ഔട്ട്കംസ് വരുന്നതാണ് ഈവൻ്റ് എഫ്. ഇനി നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓൾസോ ഫൈൻഡ് എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി യൂണിയൻ സി, ഇ ഇൻ്റർസെക്ഷൻ എഫ്, ഡി ഇൻ്റർസെക്ഷൻ ഇ, എ മൈനസ് സി, ഡി മൈനസ് ഇ, ഇ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ്, ദെൻ എഫിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? ഈ പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം. എ യൂണിയൻ ബി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എ യൂണിയൻ ബി ഓക്കെയാണ്. നിങ്ങൾക്ക് ആ സെറ്റ് തിയറിയിൽ നിങ്ങൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. എ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് തന്നെയാണ്. ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയതുകൊണ്ട് യൂണിയൻ എടുക്കുമ്പോൾ എ തന്നെ കിട്ടും. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് നൾ സെറ്റ് വരും. ബി യൂണിയൻ സി 3, 6 ആണോ? ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ വീണ്ടും നൾ സെറ്റും മറ്റൊരു സെറ്റുമാണ്. അപ്പോൾ അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ സി എന്ന് പറയുന്ന സെറ്റ് തന്നെ കിട്ടും. അപ്പോൾ 3 സെറ്റ് 3, 6 വരും. ഈ ഇൻ്റർസെക്ഷൻ എഫ് എടുത്തു കഴിഞ്ഞാൽ 6 വരും. ഓക്കെ, അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 6 എന്ന് പറയുന്ന ഔട്ട്കം ആണുള്ളത്. ഇനി ഡി ഇൻ്റർസെക്ഷൻ ഇ എടുത്തു കഴിഞ്ഞാൽ 5 ആണല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് 1, 2, 3. എഫ് എന്ന് പറയുന്നത് 3, 4, 5, 6 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇ ആണല്ലേ? ഇ ആണോ? ഓക്കെ, ഇ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ത് കിട്ടും? നൾ സെറ്റ് കിട്ടും. ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. എ മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് സിൻ്റെ എലമെൻറ്റ്സ് മാറ്റണം. അപ്പോൾ എ മൈനസ് സിൻ്റെ എലമെൻറ്റ്സ് എന്ന് 3, 6 ആണ്. അത് മാറ്റുമ്പോൾ 1, 2, 4, 5 എന്ന് പറയുന്ന
അത്രയും ഔട്ട്കംസ് ഉള്ളൊരു സെറ്റ് കിട്ടും. അതാണ് എ മൈനസ് സി എന്ന് പറയുന്ന ഈവൻറ്റ്. ദെൻ ഡി മൈനസ് സി കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ എളുപ്പമാണ്. ദെൻ എഫിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എഫിൽ ഇല്ലാത്തത് അത് എവിടെ നിന്ന് പിക്ക് ചെയ്യണം? സാമ്പിൾ സ്പേസിൽ നിന്ന് പിക്ക് ചെയ്യണം. സോ എഫിൻ്റെ കോംപ്ലിമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എഫ് എന്ന് പറയുന്നത് 3, 4, 5, 6 ആണ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4, 5, 6 എന്ന് പറയും. സോ എഫിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് സാമ്പിൾ സ്പേസ് സെറ്റ് ഈവൻറ്റ് എഫ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് കിട്ടും? 1 ഉം 2 എന്ന് പറയുന്ന ഈ 2 എലമെൻറ്റ്സ് കിട്ടും. ഈ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ഇതായി ഇത് കാണുന്നത്, ഇത് നൾ സെറ്റാണ്. ഈ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇ മൈനസ് എഫ് കേട്ടോ. ഇത് തന്നെയാണ് എന്ത്? ഇ മൈനസ് എഫ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇത് മറന്നു പോകരുത്. എല്ലായിടത്തും യൂസ്ഫുൾ ആവുന്ന ഒരു സെറ്റ് തിയറിക്കകത്ത് നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് എഫ്. ഇത് മറ്റു രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇ മൈനസ് എന്ത് വരുമെന്നറിയാവോ? ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് വരും. ഇ മൈനസ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്നും ഇതിനെ വിളിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളത് കണ്ടുപിടിക്കാം. ഇ മൈനസ് എഫ് കണ്ടാൽ മതി. ഇവിടെ ഇ മൈനസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഔട്ട്കം 6 ചെയ്യുന്ന എന്ത് പോകണം? എഫിൻ്റെ ഇത് പോകണം. ഔട്ട്കം 6 ചെയ്യുന്ന എഫിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ എന്ത് വരും? അങ്ങനെ പോവുമോ? ഇല്ല, അങ്ങനെ പോവില്ല. അതുകൊണ്ട് അവിടെ എന്ത് വരും? നൾ സെറ്റ് വരും. അല്ലെങ്കിൽ തന്നെ ആലോചിക്കുക, എഫിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഉം 2 ആണ്. അതേ ഇൻ്റർസെക്ഷൻ ഈ എടുക്കണം. അങ്ങനെ ഇൻ്റർസെക്ഷൻ ഈ എടുത്തു കഴിഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ല, നൾ സെറ്റ് വരും. ഇനി ഈ മൈനസ് ഈ ഇൻ്റർസെക്ഷൻ എഫ്, ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് കണ്ടു നോക്കിക്കുക. ഈ ഇൻ്റർസെക്ഷൻ എഫ് കാണുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് 6 വരും അല്ലേ? ഇനി ഈ മൈനസ് ഈ ഇൻ്റർസെക്ഷൻ എഫ് ആണെങ്കിലോ? ഈ മൈനസ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് 6 നിന്ന് അതേ ഔട്ട്കം തന്നെ പോകണം. അങ്ങനെ ഔട്ട്കം പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ഔട്ട്കം ഒന്നുമില്ല. അതുകൊണ്ട് വീണ്ടും അവിടെ നൾ സെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടും അവിടെ നൾ സെറ്റാണ് വരേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇതും നിങ്ങൾക്ക് മിസ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആൻ എക്സ്പെരിമെൻറ്റ് ഇൻവോൾവ്സ് റോളിങ് എ പെയർ ഓഫ് ഡൈസ്. ഓക്കെ, അപ്പോൾ 2 ഡൈ ആണ് അവിടെ റോൾ ചെയ്യുന്നത്. റെക്കോർഡിംഗ് ദ നമ്പേഴ്സ് ദാറ്റ് കംസ് അപ്പ്, ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഈവൻസ്. ദ സം ഈസ് ഗ്രേറ്റർ ദാൻ 8. അപ്പോൾ നമ്മൾ ആ സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യണം. നിങ്ങൾ 2 ഡൈ ഒരേ സമയം ത്രോ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 raised to 2 ആണ്. 6 raised to 2, that is 36 ആണ്. You know that if a die is thrown n times or n dice are thrown at a time, the outcomes അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിൽ ഔട്ട്കംസ് അല്ലെങ്കിൽ സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ 6 raised to n വരും. അതാണ് 6² ഇവിടെ 36 വന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസിൽ ഔട്ട്കംസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യം നോക്കുക. എ എന്ന് പറയുന്ന ഈവൻ്റ് എന്ന് പറയുന്നത് ദ സം ഈസ് ഗ്രേറ്റർ ദാൻ 8. അപ്പോൾ 8 സം എടുക്കുമ്പോൾ 8നേക്കാളും അധികം പറഞ്ഞു. അങ്ങനെ എടുക്കുന്ന നമ്പേഴ്സ് എല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്തിട്ട് ഔട്ട്കംസ് എല്ലാം പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഈവൻ്റ് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കണ്ടോ? 3 + 6 9 ആണ്. 4 + 5 9 ആണ്. അപ്പോൾ അതെല്ലാം തന്നെ എന്താണ്? ഗ്രേറ്റർ ദാൻ 8 ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അവിടെ ഗ്രേറ്റർ ദാൻ 8 എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 4 എടുക്കരുത്, വിച്ച് ഈസ് ഈക്വൽ ടു 8 ആയതുകൊണ്ട്. ഇനി ബി എന്ന് പറയുന്ന ഇവൻ്റ് നോക്കിയേ. 2 occurs on either ഡൈ. അപ്പം 2 ഡൈയിലും 2 വരണം. അങ്ങനെ 2 ഡൈയിലും 2 വരണം എന്നുള്ള കേസിൽ ഒന്ന് നോക്കിയേ. ഐദർ ഡൈ എന്ന് പറയുമ്പോൾ ഒരു ഡൈയിൽ 2 വന്നാൽ മതി. ഓക്കെ, അപ്പോൾ 2 1 2 2 2 3 ഓക്കെ. അങ്ങനെ എഴുതാൻ പറ്റുന്ന അത്ര ഔട്ട്കംസ് ചേർത്തിട്ടുള്ള പുതിയ ഇവൻ്റാണ് ബി. സി എന്ന ഈവൻ്റ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സം ഈസ് അറ്റ്ലീസ്റ്റ് 7, കുറഞ്ഞത് 7 വരണം, മിനിമം 7 വരണം. ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സമ്മ മിനിമം 7 ആയിരിക്കണം. അതുമാത്രമല്ല എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ എലമെൻറ്റ്സ് ഉണ്ടോയെന്ന് നോക്കിയേ നിങ്ങൾ. ഇതാണ്ട് ഓക്കെ, ഔട്ട്കംസ് എടുക്കുമ്പോൾ 3 + 6 9 ആണ്, which is greater than 7 ആണ്. Also 9 is a multiple of 3. 4 5, which is greater than 7 and it is ആഡ് ചെയ്യുമ്പോൾ 4 + 5 9, 5 + 4 6 3, 6 + 6 12.
അപ്പോൾ ഇത്രയാണ് എന്താ സി എന്ന് പറയുന്ന ഈവൻ്റ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ടഫാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിനകത്ത് സം എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. ഓൾസോ ഈ സം തന്നെ എന്തായിരിക്കണം, വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 3, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റണം, ഈ നമ്പറിനെ നമുക്ക് 3ൻ്റെ ഈ നമ്പറിൻ്റെ ഒരു ഫാക്ടറായിട്ട് എന്ത് വരും, 3 വരും. ഓക്കെ, അതവിടെ ക്ലിയർ ആയല്ലോ, അതവിടെ ക്ലിയർ ആയി. ദെൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് പെയർ ഓഫ് ദീസ് ഈവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന ഈവൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് എടുത്ത് നോക്കിക്കേ. നിങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് 3 ഈവൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ചെക്ക് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്, എ ബി സി 3 ഈവൻറ്റുകളാണ്. ഇതും ചെക്ക് ചെയ്യണം, ദെൻ ഇതും ചെക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് 3 പെയറുകൾ ചെക്ക് ചെയ്യാൻ കിട്ടും. എയും ബിയും, എയും സിയും, ബിയും സിയും. അപ്പോൾ ആദ്യം എയും ബിയും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കോമൺ ആയിട്ട് ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കോമൺ ആയിട്ട് ആരും ഇല്ല എന്ന് തോന്നുന്നു, എയും ബിയും ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കറക്റ്റ്, എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണ് വരുന്നത്. സോ ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റും. ദെൻ എ ഇൻ്റർസെക്ഷൻ സി നോക്കിക്കുക മക്കളെ. എ ഇൻ്റർസെക്ഷൻ സി തന്നെ നമുക്ക് ഫസ്റ്റ് ഔട്ട്കം 3 6 വരുന്നുണ്ട്. അവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. എ ഇൻ്റർസെക്ഷൻ സി നോട്ട് നൾ സെറ്റ്, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ദെൻ ബി ഇൻ്റർസെക്ഷൻ സി എടുത്തു കഴിഞ്ഞാലോ, ബി ഇൻ്റർസെക്ഷൻ സി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും തെറ്റിപ്പോവും. ഇല്ല, കാണുമില്ല. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി എന്താണ്, ഓക്കെ കറക്റ്റ്, ബി ഇൻ്റർസെക്ഷൻ സിയും നൾ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ഇനി സി ഇൻ്റർസെക്ഷൻ എ എടുത്തിട്ടുണ്ട്. സി ഇൻ്റർസെക്ഷൻ എ നൾ സെറ്റ് അല്ല, നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് കറക്റ്റാണ്. സോ എ ആൻഡ് ബി ഈവൻസ് ബി ആൻഡ് സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അത് കൺക്ലൂഷനായിട്ട് എടുത്തെഴുതണം. ദെൻ മൂവിങ് ഓൺ ടു ദ 4th ക്വസ്റ്റ്യൻ. 3 coins ആർ ടോസ്ഡ് വൺസ്. എ ഡിനോട്ട് ദ ഈവൻറ്റ്. അപ്പം 3 കോയിൻസ് ഒരേ ടൈം ടോസ് ചെയ്യുന്നു. ആ ഈവൻറ്റ് സാമ്പിൾ സ്പേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സാമ്പിൾ സ്പേസ് എഴുതാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ 2 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്യുന്നതിൻ്റെ സാമ്പിൾ സ്പേസ് അതുപോലെ എഴുതുക. HH, HT, TH, ദെൻ TT. അത് തന്നെ 2 പ്രാവശ്യം അങ്ങോട്ട് എഴുതി വെക്കുക. HH, HT, TH, TT. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ 3ാമത്തെ കോയിൻ്റെ ഔട്ട്കം ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തേൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും ഹെഡ് കൊടുക്കുക, 2ാമത്തേൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും ടെയിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 8 ഔട്ട്കംസ് കിട്ടും, തെറ്റാതെ എഴുതാൻ പറ്റും. നിങ്ങളവിടെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ഔട്ട്കംസ് ഉണ്ട്, 8 ഔട്ട്കംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ n കോയിൻസ് ഒരു ടൈമിൽ ടോസ് ചെയ്യുന്നതും ഒരു കോയിൻ n ടൈംസ് ടോസ് ചെയ്യുമ്പോഴും അതിൻ്റെ സാമ്പിൾ സ്പേസിൽ സാമ്പിൾ പോയിൻറ്റ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഔട്ട്കംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2n ആണെന്നുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവിടെ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ 3 കോയിൻ ഒരേ പ്രാവശ്യം ടോസ് ചെയ്യുന്നു, ഒരേ ടൈം ടോസ് ചെയ്യുന്നതെങ്കിൽ 2⁵, 8 ഔട്ട്കംസ് അവിടെ പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് 8 ഔട്ട്കംസ് ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഇത് നോക്കാം. എ എന്ന് പറയുന്ന ഈവൻ്റ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ഈവൻ്റാണ് 3 ഹെഡ്സ്, 3 ഹെഡ് വരുന്നത്. 3 ഹെഡ് വരുന്നത് ഒരേ ഔട്ട്കം മാത്രമുള്ള ഈവൻ്റാണ് എ എന്ന് പറയുന്ന ഈവൻ്റ്. അത് നമ്മൾ എഴുതി. ആൻഡ് ബി ഡിനോട്ട് ദ ഈവൻ്റ് 2 ഹെഡ്സ് ആൻഡ് 1 ടെയിൽ. അപ്പോൾ 2 ഹെഡും 1 ടെയിലും വന്നാൽ മതി. അപ്പോൾ 2 ഹെഡും 1 ടെയിലും വരുന്നതെല്ലാം പിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ഹെഡ് 1 ടെയിൽ, പിന്നെയും ഇവിടെ 2 ഹെഡ് 1 ടെയിൽ, പിന്നെ എങ്ങുമില്ല. അപ്പോൾ 3 ഔട്ട്കം വരുന്ന ഒരു ഈവൻ്റ് ബി എന്ന് പറയുന്ന ഈവൻ്റ്. ദെൻ സി എന്ന് പറയുന്ന ഈവൻ്റ് ഡിനോട്ട് 3 ടെയിൽസ് ഷോ. അപ്പോൾ 3 ടെയിൽ വരുന്ന ഒരു ഔട്ട്കം മാത്രമുള്ളതാണ് സി എന്ന് പറയുന്നത്. ദെൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ഷോസ് ഓൺ ദ ഫസ്റ്റ് കോയിൻ. അപ്പോൾ ആദ്യത്തെ കോയിൻ ഹെഡ് കാണിക്കണം. അങ്ങനെ ആദ്യത്തെ കോയിൻ ഹെഡ് കാണിക്കുന്നത് ഏതൊക്കെയുണ്ട്? 1, 2, 3, 4. പിന്നെ ആദ്യത്തെ കോയിൻ ഹെഡ് കാണിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ 4 ഔട്ട്കം ചേർത്തുള്ള ഒരു ഈവൻ്റ്. അപ്പോൾ 4 ഈവൻ്റ് കറക്റ്റായിട്ട് എഴുതി. ഇനി ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, വിച്ച് ഈവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇതിനകത്ത് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന ആരൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് 4 ഈവൻറ്റ് തന്നിട്ടുണ്ട്. 4 ഈവൻറ്റ് വെച്ചിട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ 2 പേർ വെച്ചെടുക്കണം. അപ്പോൾ 4C2 ആണ് അവിടെ വരുന്നത്. 4 × 3 ഡിവൈഡഡ് ബൈ 1 × 2. നിങ്ങൾ എത്ര എണ്ണം ചെക്ക് ചെയ്ത് നോക്കണം? എത്ര പെയർ അവിടെ ചെക്ക് ചെയ്ത് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പെയർ അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. 6 പെയർ അവിടെ വരും.
നമ്മളങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പെയർ അവിടെ വരുമെന്ന് നിങ്ങൾക്കൊരു ഏകദേശം കോമ്പിനേഷൻ്റെ ഐഡിയ വെച്ചിട്ട് മനസ്സിലായെങ്കിൽ ABCD 4 ആൾക്കാരുണ്ട്. അപ്പോൾ 6 പെയർ എന്ന് പറയുമ്പോൾ AB AC ദെൻ AD BC BD ദെൻ CD. എത്ര പേരായി? ഓക്കെ, 6 പേരായി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആരൊക്കെയാണ് അവിടെ എന്താണ് ഈ പറയുന്ന പോലെ നൾ സെറ്റ് വരുന്നത്, നൾ സെറ്റ് വരാത്തതെന്ന് കിട്ടും. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളും കോമ്പൗണ്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് സിമ്പിൾ ഈവൻറ്റും കോമ്പൗണ്ട് ഈവൻറ്റും. ഇപ്പോൾ നിങ്ങൾ സിമ്പിൾ ഈവൻറ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഈവൻറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഔട്ട്കം മാത്രമുള്ള ഈവൻറ്റുകളാണ് സിമ്പിൾ ഈവൻറ്റ്. അങ്ങനെ ഒരു ഔട്ട്കം മാത്രമുള്ള 2 ഈവൻറ്റുകളേ ഉള്ളൂ, എയും സിയും. അതാണ് സിമ്പിൾ ഈവൻറ്റ്സ്. ഈവൻറ്റ് A ആൻഡ് B, ഈവൻറ്റ് A ആൻഡ് C, ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ PDF ഷെയർ ചെയ്യുന്നതാണ്. എയും ബിയും, എയും സിയും, ബിയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? സിയും ഡിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ബാക്കിയൊന്നുമല്ല. അപ്പം 4 പേർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, 2 എണ്ണം മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എയും സിയും സിമ്പിൾ ഈവൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു സാമ്പിൾ പോയിന്റ് മാത്രമുള്ളത് അല്ലെങ്കിൽ ഒരു ഔട്ട്കം മാത്രമുള്ളതാണ് എന്താ സിമ്പിൾ ഈവൻറ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഈവൻറ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഈവൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ളത്. അപ്പം ബാക്കി 2 എണ്ണം ബിയും ഡിയും കോമ്പൗണ്ട് ഈവൻറ്റുകളാണ്. ഓക്കെ ആണോ? ദെൻ മൂവിങ് ഓൺ ടു ദ 5th ക്വസ്റ്റ്യൻ. 3 കോയിൻസ് ആർ ടോസ്ഡ്. ഓക്കെ, ഡിസ്ക്രൈബ് 2 ഈവൻറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ അതിനകത്ത് തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 ഈവൻറ്റ് അധികം ഡിസ്ക്രൈബ് ചെയ്യുക. 3 ഈവൻറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. 3 ഈവൻറ്റ്സ് എടുക്കണം, അതിനകത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണം, എക്സോസ്റ്റീവ് ആവണം. 2 ഈവൻറ്റ്സ് വിച്ച് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ നമുക്കത് റാൻഡമായിട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻ. 2 ഈവൻറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ബട്ട് നോട്ട് എക്സോസ്റ്റീവ്. 3 ഈവൻറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ബട്ട് നോട്ട് എക്സോസ്റ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷകളിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 2 ക്വസ്റ്റ്യനിൽ കൂടുതൽ ഇങ്ങനെയുള്ള ടൈപ്പ് ചോദിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ഇത് പിക്ക് ചെയ്ത് എഴുതാവേണ്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അവിടെ പരീക്ഷകളിലിരുന്ന് കാൽക്കുലേറ്റ് സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ അങ്ങനെ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ആ ചോദ്യം അറ്റൻഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് 3 കോയിൻസ് ഒരു സമയം ടോസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ സാമ്പിൾ സ്പേസ് എഴുതാൻ നിങ്ങൾക്കറിയാം. ഇനി ഫസ്റ്റ് കേസിൽ എന്താണ്? 2 ഈവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 ഈവൻറ്റ്സ് എടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെന്ന് പറയുമ്പോൾ നമുക്കത് പല രീതിയിലെടുക്കാം. ഇവിടുത്തെ കേസിൽ ഇവരെടുത്തിരിക്കുന്നത് ആദ്യത്തെ ഈവൻറ്റ് എ എന്ന് പറയുന്ന ഈവൻറ്റ് ഗെറ്റിംഗ് നോ ഹെഡൊന്നും കിട്ടാത്ത ഈവൻറ്റുകൾ, ഹെഡൊന്നും കിട്ടാത്ത ഈവൻറ്റും ബി എന്ന ഈവൻറ്റ് ഗെറ്റിംഗ് നോ ടെയിലൊന്നും കിട്ടാത്ത ഈവൻറ്റ്. ഇപ്പോൾ ഹെഡ് കിട്ടാത്ത ഈവൻറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ള് അത് ടെയിൽ വരണം. അപ്പം അത് ഒരു ഔട്ട്കം ഉള്ളൊരു ഈവൻ്റാണ്. ദെൻ ടെയിലൊന്നും കിട്ടാത്ത ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഹെഡ് വരുന്ന ഒരു ഔട്ട്കം ഉള്ള മറ്റൊരു ഈവൻറ്റ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ജോയിൻ്റ് ആണെന്ന് കിട്ടും. ശരിയാണ്, ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ എന്താണ് അവിടെ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായി സെക്കൻഡ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? 3 ഈവൻറ്റ്സ് ദാറ്റ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. അപ്പോൾ 3 ഈവൻറ്റ് കാണണം, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണം, അതായത് പരസ്പരം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണം. അപ്പോൾ നമ്മൾ ഈ 2 പെയറുകൾ എടുക്കുക, അല്ലെങ്കിൽ 3 പെയറുകൾ എടുക്കണം. 3 പെയറുകൾ എടുത്ത് ചെക്ക് ചെയ്യണം. ദെൻ അത് എക്സോസ്റ്റീവ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന 3 പെയർ അല്ലെങ്കിൽ 3 ഈവൻറ്റുകൾ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് സെറ്റ് കിട്ടണം? സാമ്പിൾ സ്പേസിൻ്റെ സെറ്റ് കിട്ടണം. അത്രയേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്. അവരെടുത്തിരിക്കുന്ന ഈവൻറ്റ് എ എന്ന ഈവൻറ്റ് ഗെറ്റിംഗ് നോ ഹെഡ്, ബി എക്സാക്ട്ലി 1 ഹെഡ്, ദെൻ സി ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. ഓക്കെ, അപ്പം നോ ഹെഡിൻ്റെ ഈവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫുള്ള് ടെയിൽ വരുന്ന ഔട്ട്കം ഉള്ള ഒരു ഈവൻറ്റ്. ദെൻ എക്സാക്ട്ലി 1 ഹെഡ്, ഒരു ഹെഡ് മാത്രമേ വരൂ. അങ്ങനെ 3 ഔട്ട്കം ചേർത്തിട്ടുള്ള ഈവൻറ്റ്. ദെൻ എക്സാക്ട്ലി അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്നാണ് പറഞ്ഞത്. കുറഞ്ഞത് 2 ഹെഡ് എങ്കിലും വരണമെങ്കിൽ ആ ഈവൻറ്റ് ഇതാ ഇങ്ങനെ വരണം. അപ്പോൾ ഈ 3 ഈവൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കി. ഇത് പെയർ വൈസ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കണ്ടോ? എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ സിയും സി ഇൻ്റർസെക്ഷൻ എയും എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? നൾ സെറ്റ് അവിടെ കിട്ടും. സോ ഇവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് പെയർ വൈസ് എടുത്തിട്ട്. ഇനി ഓരോ ഈവൻറ്റുകളും നമ്മൾ അതിൻ്റെ യൂണിയൻ എടുക്കാം. 3 ഈവൻറ്റുകളുടെയും കൂടെ ഒരുമിച്ചുള്ള യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടും. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ആലോചിക്കാനൊന്നുമില്ല. ഇതാണ്
ഇനി ദെൻ 2 ഈവൻറ്റ്സ് ദാറ്റ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പം 2 ഈവൻ്റ് എടുക്കണം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവരുത് എന്നാണ് പറഞ്ഞത്, നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 ഹെഡ് വരുന്നത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് വരുന്നത്. അപ്പോൾ എന്തായാലും ഹെഡ് അതിനകത്ത് വരുന്നുണ്ട്. അത് 2 ഈവൻറ്റുകൾ എടുത്തു. ആ 2 ഈവൻറ്റുകൾ നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് കിട്ടില്ല. അപ്പോൾ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, കാരണം അത് നോട്ട് ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണ്. നോട്ട് ഡിസ്ജോയിൻ്റ് ആണ്. എയും ബിയും എ കോമ ബി നോട്ട് ഡിസ്ജോയിൻ്റ് സെറ്റ്സ് എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് 2 ഈവൻറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ബട്ട് നോട്ട് എക്സ്ഹോസ്റ്റീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണം ബട്ട് നോട്ട് എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈവൻറ്റ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ്, ഒരു ഹെഡ് മാത്രം കിട്ടുന്ന ഒരു ഈവൻറ്റും എടുത്തു. ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ടെയിൽ മാത്രം കിട്ടുന്ന ഈവൻറ്റ് എടുത്തു. അപ്പോൾ എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും. ബി എന്ന് പറയുന്ന ഈവൻറ്റ് ടെയിൽ മാത്രം, ഒരു ടെയിൽ മാത്രം. അപ്പോൾ അതിങ്ങനെ വരും. ഇനി ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നൾ സെറ്റാണ്. ഇനി അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സാമ്പിൾ സ്പേസ് കിട്ടില്ല. കാരണം എന്താ, ഇവിടെ 6 ഔട്ട്കോയേ ഉള്ളൂ, 2 ആളും കൂടെ ഉണ്ട്. അയാൾ മൊത്തം ഹെഡ് വരുന്നതും ഫുള്ളായിട്ട് ഹെഡ് വരുന്നതും ഫുള്ളായിട്ട് ടെയിൽ വരുന്ന 2 ഔട്ട്കംസ് അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സോ അതിന് സാമ്പിൾ സ്പേസ് ഈ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടില്ല. അതുകൊണ്ട് അതെന്തല്ല, നോട്ട് എക്സ്ഹോസ്റ്റീവ് ആണ്, എക്സ്ഹോസ്റ്റീവ് അല്ല. ദെൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എക്സോസ്റ്റീവ് അല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3 ഈവൻറ്റ്സ് ദാറ്റ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലേ. 3 ഈവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ബട്ട് ഈ പറയുന്ന പോലെ എക്സോസ്റ്റീവ് ആവരുത്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗെറ്റിംഗ് എക്സാക്ട്ലി 3 ഹെഡ് വരുന്ന ഒരു ഈവൻ്റ് എടുക്കാം. ഗെറ്റിംഗ് 1 ഹെഡ് ആൻഡ് 2 ടെയിൽസ്. അപ്പോൾ 1 ഹെഡും 2 ടെയിലും വരുന്ന ഒരു ഈവൻ്റ് എടുക്കാം. ഗെറ്റിംഗ് 1 ടെയിൽ ആൻഡ് 2 ഹെഡ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കാം, മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈവൻറ്റുകൾ പെട്ടെന്ന് എഴുതാൻ പറ്റണമല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ 3 ഹെഡ് ഒരുപോലെ വരുന്ന ഒരേ ഔട്ട്കം ഉള്ള ആ ഒരു ഈവൻറ്റ്. ദെൻ എക്സാക്ട്ലി 1 ഹെഡ് ആൻഡ് 2 ടെയിൽസ്, 1 ഹെഡും 2 ടെയിലും വരുന്ന ഔട്ട്കംസ് ഉള്ള ഈവൻറ്റ്. ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് ഈ പറയുന്ന പോലെ മൂന്നാമത്തെ ഈവൻറ്റ് ഗെറ്റിംഗ് 1 ടെയിൽ ആൻഡ് 2 ഹെഡ് എടുത്തു കഴിഞ്ഞാലും ഈ 3 എണ്ണം കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടരുത്, ഈ പറയുന്ന പോലെ സാമ്പിൾ സ്പേസ് വരരുത്. ഇവിടെ സാമ്പിൾ സ്പേസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, നോട്ട് എക്സോസ്റ്റീവ് ആണ്, നോട്ട് എക്സോസ്റ്റീവ് ആണ്. ഇനി പറയുന്ന പോലെ ഇവർ മ്യൂച്വലി എക്സ്ക്ലൂസീവും ആണ്. ദെൻ പെയറുകൾ എടുത്തു കഴിഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, 2 ഡൈസ് ആർ ത്രോൺ. ഇപ്പോൾ 2 ഡൈ ത്രോ ചെയ്യുന്ന ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാൻ നിങ്ങൾക്ക് അറിയാം. ദെൻ ഈവൻറ്റ്സ് എ ബി സി ആർ ഫോളോയിങ് ഈവൻറ്റ്സ് നോക്കുക. ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഈവൻറ്റ് വെച്ചിട്ട് അടുത്ത ഈവൻറ്റുകൾ, അതിൻ്റെ ഓപ്പറേഷൻ പോലെ വരുന്ന ഈവൻറ്റുകൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഈവൻറ്റ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡേ. അപ്പോൾ ആദ്യത്തെ ഡേയിൽ ഈവൻ നമ്പർ കിട്ടണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സാമ്പിൾ സ്പേസ് എഴുതുക. ആ സാമ്പിൾ സ്പേസിൽ നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഡേയിൽ ഈവൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 4ഉം 6ഉം വരുന്ന ഔട്ട്കംസ് മാത്രം എടുക്കുക കേട്ടോ. അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈവൻ്റ് എഴുതാൻ പറ്റും. ദെൻ സെക്കൻഡ് ബി എന്ന് പറയുന്ന ഈവൻ്റ് എന്താണ്, ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡേ. അപ്പോൾ ആദ്യത്തെ ഡേയിൽ ഓഡ് നമ്പർ വരണം. അങ്ങനെ ഓഡ് നമ്പർ വരുമ്പോൾ ഇതേ കണക്ക് 1ഉം 3ഉം ദെൻ 5ഉം ഫസ്റ്റ് വരുന്ന ഔട്ട്കംസ് മാത്രം എടുക്കുക. അങ്ങനെ കൺസിഡർ ചെയ്യുക, അത് ബി കിട്ടും. ഇനി സി എന്താണ്, ഗെറ്റിംഗ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5ഓ അതിൽ താഴെ സമ്മ് വരുന്ന രീതിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഔട്ട്കംസ് എടുക്കണം. ഔട്ട്കംസിൻ്റെ കണ്ടീഷൻസ് എടുക്കുമ്പോൾ 5ഓ അതിൽ താഴെയോ സമ്മ് വരണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഔട്ട്കംസ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് പുതിയ ഒരു ഈവൻ്റ് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യണം. നോട്ട് എ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് എ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഇതിനകത്ത് വരാത്തുള്ള ആളുകൾ ആരൊക്കെയാണ്, അയാൾ അവിടെ വരുന്നുണ്ട്, അയാൾ ബിയിൽ വരുന്നുണ്ട്. അപ്പോൾ നോട്ട് എൻ്റെ കോംപ്ലിമെൻ്റ് ബി തന്നെയാണ് കേട്ടോ. അതായത് ഈവൻ നമ്പറുകൾ ആദ്യം വരുന്ന ഔട്ട്കംസ് മാത്രം നമ്മൾ അവിടെ എടുത്തിട്ടുള്ളൂ. ഓഡ് നമ്പർ ആദ്യം വരുന്ന ഔട്ട്കംസ് അവിടെ മാറ്റി നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി വരും. ഇനി ഇതല്ലാതെ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. സാമ്പിൾ സ്പേസിൽ നിന്നും സാമ്പിൾ സ്പേസ് മൈനസ്
എ കണ്ടാൽ മതി. അതാണ് എന്ത് എൻ്റെ കോംപ്ലിമെൻറ്റ് കേട്ടല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനി നോട്ട് ബി. ഇപ്പം ബീൻ്റെ കോംപ്ലിമെൻറ്റ് എന്ത് വരും? എ വരും. ബീൻ്റെ കോംപ്ലിമെൻറ്റ് എന്ത് വരും മക്കളെ? എ വരും. അതായത് സാമ്പിൾ സ്പേസ് മൈനസ് ബി കാണുമ്പോൾ എന്ത് കിട്ടണം? എ കിട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഓർ ബി അല്ലെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. എ ഓർ ബി അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ യൂണിയനാണ്. ഓർ എന്ന് പറയുന്നത് യൂണിയനാണ്. ആൻഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ആൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർസെക്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നോട്ട് എ എന്ന് പറഞ്ഞ് എയിലില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഇനി എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനി എ യൂണിയൻ ബി കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. എ എന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. രണ്ടും കൂടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കാരണം എ ഇൻ്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നൾ സെറ്റാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എ യൂണിയൻ ബി എഴുതാൻ പറ്റും. തന്നെ എ ആൻഡ് ബി ചോദിച്ചിട്ടുണ്ട്. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അത് നൾ സെറ്റ് വരും. എ ബട്ട് നോട്ട് സി, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞ കണക്ക് എ ബട്ട് നോട്ട് സി എ മൈനസ് സി ആണ്. സി എന്ന് പറയുന്ന സെറ്റിനകത്ത് കുറച്ച് ആളുകളേ ഉള്ളൂ. എയിൽ നിന്നും സിയിലെ ആൾക്കാരെ എല്ലാം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു സെറ്റ് കിട്ടും. വിച്ച് ഈസ് നോട്ട് എ നൾ സെറ്റാണ് കേട്ടോ. ദെൻ ബി ഓർ സി എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ സി ആണ്. അത് കാണാനും പ്രയാസമില്ല. ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. കാണാൻ പ്രയാസമില്ല. സീൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? സീൻ്റെ കോംപ്ലിമെൻ്റ് എന്ന്. സോ സീൻ്റെ കോംപ്ലിമെൻ്റ് ഡയറക്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എ ഇൻ്റർസെക്ഷൻ ബീൻ്റെ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സീൻ്റെ കോംപ്ലിമെൻ്റ്, ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ്, 3 സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ ബി കോംപ്ലിമെൻറ്റും സി കോംപ്ലിമെൻറ്റും കാണണം. ബി കോംപ്ലിമെൻറ്റ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതേ തന്നെയാണ്. ദെൻ സി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിലില്ലാത്തതെന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ അവിടെ വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സിൻ്റെ കോംപ്ലിമെൻറ്റ്. സോ ബീൻ്റെ കോംപ്ലിമെൻറ്റ് എ തന്നെയാണ്. സോ എ ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്, അതായത് എ ഇൻ്റർസെക്ഷൻ എ തന്നെ ആയതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് കണ്ടാൽ മതി. എ നിങ്ങൾക്ക് അറിയാം, എ എന്ന ഈവൻറ്റ് നിങ്ങൾക്ക് അറിയാം, സി കോംപ്ലിമെൻറ്റ് ഈവൻറ്റ് നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ കാണുക. കോമൺ ആയിട്ട് വരുന്ന ഔട്ട്കംസ് എടുത്തെഴുതുന്ന ആ ഒരു സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഈവൻറ്റ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചോദ്യങ്ങളായിരുന്നു ഇതെല്ലാം. ദെൻ മൂവിങ് ഓൺ ടു ദ 7th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ഓർ ഫാൾസ് ആണ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കുക, എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ത് കിട്ടണം? നൾ സെറ്റ് കിട്ടണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നൾ സെറ്റ് കിട്ടുന്നു എന്ന് നമ്മൾ 4th ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. സോ അതെന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് വരും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്നാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നേരത്തെ എന്താണ്? എ യൂണിയൻ ബി എടുത്തപ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റുമാണ്. സോ അവർ പെയർ വൈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, യൂണിയൻ എടുക്കുമ്പോൾ എക്സോസ്റ്റീവ് ആണ്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത് എ ഈക്വൽ ടു ബീൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. നമ്മൾ കണ്ടതാണ്, ബീൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തപ്പോൾ എ കിട്ടി. അപ്പം 3rd സ്റ്റേറ്റ്മെൻറ്റും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് 4th സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ആൻഡ് സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരുന്നോ? അല്ല. എന്നാൽ എനും സീനും എടുക്കുമ്പോൾ എൻ്റെ സീൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഔട്ട്കംസ് കൃത്യമായിട്ട് വരുന്നുണ്ട്. സോ അവിടെ എന്താ അല്ല, അത് എയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നാണ്. അതുകൊണ്ട് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. false statement. And A and B complement are mutually exclusive. Bയും B complement mutually exclusive ആണോ? അതായത് എ ആൻഡ് ബീൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എ ഇൻ്റർസെക്ഷൻ എ ആണ്. എ ഇൻ്റർസെക്ഷൻ എ ആയതുകൊണ്ട് തന്നെ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു നൾ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ മക്കളെ? തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എയും ബി കോംപ്ലിമെൻറ്റും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. അത് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. Then moving on to the 6th statement, A complement B complement C are mutually exclusive and exhaustive എന്ന് ചോദിച്ചു. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന പോലെ
എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നോക്കണം. എ കോംപ്ലിമെൻറ്റ് ബിയും ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയും ആണ്. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇനി ഈ പറയുന്ന പോലെ അടുത്ത പെയർ നോക്കുക. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി ആണ്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെന്ന് തോന്നുന്നു. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി എവിടെയെങ്കിലും നമ്മൾ കണ്ടായിരുന്നോ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. കാരണം എ കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ ബി കിട്ടും. ബിയിലെയും സിയിലെ ആളുകളെ നോക്കുമ്പോൾ ബിയിലെയും സിയിലെ ആളുകളെ നോക്കുമ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? സി എവിടെ കിടക്കുന്നു? സി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. അപ്പോൾ ബിയിലെ സിയിലെ ആളുകൾ നോക്കുമ്പോൾ നമുക്കറിയാം അത് കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത രീതിയിൽ ഔട്ട്കംസ്, കോമൺ ഔട്ട്കംസ് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അവരൊരു നെഗറ്റീവ് എക്സാമ്പിൾ വെച്ച് കാണിച്ചിട്ടുണ്ട്. ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇതിനകത്ത് കണ്ട കാര്യം പറയണമല്ലോ. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ സി എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്ഹോസ്റ്റീവ് ആണ്. ബട്ട് ഈ പറയുന്ന പോലെ എക്സ്ക്ലൂസീവ് എന്തല്ല? നോട്ട് എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്തത് എക്സസൈസ് 14.2 ആണ്. എക്സസൈസ് 14.2 എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി എ വാലിഡ് അസൈൻമെൻറ്റ് ഓഫ് പ്രോബബിലിറ്റീസ് ഫോർ ദ ഔട്ട്കംസ് ഓഫ് സാമ്പിൾ സ്പേസ് ω1, ω2, ω4, ω3, ω4, ω5, ω6, ω7. അപ്പോൾ 1 to 7 ഔട്ട്കംസ് ഉള്ളൊരു സാമ്പിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ω1, ω2, ω3 ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്ന ഓരോ ഔട്ട്കത്തിനെയാണ് കേട്ടോ. അങ്ങനെ 7 ഔട്ട്കംസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പോസിബിളായിട്ട് ഇത് വരാൻ സാധ്യതയുള്ളത്, അതിൽ പോസിബിൾ ഔട്ട്കംസ് ആയിട്ട് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് പോസിബിൾ ഔട്ട്കംസ് ആയിട്ട് ഇത് വരുന്ന ഔട്ട്കംസിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ω1ൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്, പ്രോബബിലിറ്റി ആയിട്ട് വരാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഔട്ട്കത്തിൻ്റെയും പ്രോബബിലിറ്റി ആയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നു. 0.1 വരാം, 0.01 വരാം, 0.05 വരാം, 0.03 വരാം, 0.01 വരാം, 0.2 വരാം, 0.6 വരാം. ഒരു ഔട്ട്കത്തിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റിയുടെ പ്രത്യേകത, ഔട്ട്കത്തിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കണം മക്കളെ? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രോബബിലിറ്റി ഓഫ് ആൻ ഔട്ട്കം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സെക്കൻഡ് കണ്ടീഷൻ എന്ത്? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കണം. അതായത് പ്രോബബിലിറ്റി ഓഫ് ω1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ω2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ω7 എന്ത് കിട്ടണം മക്കളെ? ഇസ് ഈക്വൽ ടു 1 കിട്ടണം. സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി 1. ഇപ്പോൾ 0.1 പ്ലസ് 0.01. ഇപ്പോൾ ഇത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 1 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ലെസ് ദാൻ 1 ആണ്. അതായത് ഈച്ച് നമ്പേഴ്സ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് ദ ഔട്ട്കം ഈസ് പോസിറ്റീവ് ആൻഡ് ലെസ് ദാൻ 1. പോസിറ്റീവ് ആണ്, ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണിത്? ഈ ഔട്ട്കംസിന് കൃത്യമായിട്ട് ഇങ്ങനെ പ്രോബബിലിറ്റി വരാം കേട്ടോ, വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റ് വാലിഡ് ആണ്. ഇത് വാലിഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നത് എന്താണ്? അല്ലാത്ത ഔട്ട്കംസിൻ്റെയും പ്രോബബിലിറ്റി 1/7 ഈച്ച് ആണ്. ഇതൊരു ഈക്വലി ലൈക്ലി ഇവൻ്റ് ആയിരിക്കാം. അപ്പോൾ 1/7 ഈച്ച് ആണ്. അപ്പം 1/7 ആയതുകൊണ്ട് തന്നെ വിച്ച് ലൈസ് ഇൻ ബിറ്റ്വീൻ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രം 0 to പ്രോബബിലിറ്റി ഫ്രം 0 to 1 തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ഓരോ ഔട്ട്കത്തിൻ്റെയും പ്രോബബിലിറ്റി. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ഇവരെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടും. അപ്പോൾ 1/7 × 7 ആണ്. 7 ഔട്ട്കം ഉണ്ട്. ഓരോ ഔട്ട്കം 1/7. 1/7 × 7 എന്ത് വരണം? 1 വരണം. അപ്പോൾ സമ്മ് 1 വന്നു. അപ്പോൾ അത് ഓക്കെ ആയി. വാലിഡാണ്. അസൈൻമെൻറ്റ് ഈസ് വാലിഡ്. ദെൻ ഇതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? സി ക്വസ്റ്റ്യൻ. ഓരോ ഔട്ട്കംസും കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്കംസ് എല്ലാം തന്നെ വാലിഡ് ഔട്ട്കംസ് ആണ്. ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റി വാലിഡ് ആണ്.
ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം. എന്താണ് ഈ പറയുന്ന പോലെ സം എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 2.8 കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് ഈ ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റി വാലിഡ് അല്ല, അസൈൻമെൻറ്റ് നോട്ട് വാലിഡ്. പീസ് വൈസ്, അതായത് ഓരോ ഔട്ട്കംസിൻ്റെയും പ്രോബബിലിറ്റി എടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഈ പറയുന്ന പോലെ റാൻഡം എക്സ്പെരിമെൻറ്റ് ടോട്ടാലിറ്റി അതിൻ്റെ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിൽ ഈ പറയുന്ന പോലെ ഇത്രയും പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 1 കിട്ടണമെന്നുണ്ട്. ഇവിടെ 2.8 വന്ന് തെറ്റാണ്. നെക്സ്റ്റ് നോക്കിക്കുക. നെക്സ്റ്റ് ഡീൻ്റെ ക്വസ്റ്റ്യൻ, ഡി സബ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, നെഗറ്റീവ്. അപ്പോൾ ഇവിടെ 2 ഔട്ട്കത്തിൻ്റെ പ്രോബബിലിറ്റീസ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് പ്രോബബിലിറ്റി വരാൻ പാടുണ്ടോ, ഇല്ല. 0-നേക്കാൾ താപ്പോട്ട് പോകരുത്. 0-0-നേക്കാൾ വലുതായിരിക്കണം പ്രോബബിലിറ്റി. എവിടം വരെ വരാം, 1 വരെ വരാം. അപ്പോൾ അസൈൻമെൻറ്റ് വാലിഡ് അല്ല. ദെൻ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് 1/14, 2/14, 3/14, 4/14, 5/14, 6/14, 15/14. ഈ 15/14 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഒരു പ്രോബബിലിറ്റി പോലും 1-നേക്കാൾ ഗ്രേറ്റർ ആവരുത്. അവിടെ തന്നെ തെറ്റിയിട്ടുള്ളത് കൊണ്ട് അസൈൻമെൻറ്റ് വാലിഡ് അല്ല. Then question number 2, a coin is tossed twice. What is the probability that at least one tail occurs? അപ്പോൾ ഒരു ടെയിലും, അപ്പം ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് at least one tail occurs? ഒരു ടെയിൽ മാത്രം വരാനുള്ള പ്രോബബിലിറ്റി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് എഴുതണം. ദെൻ അറ്റ്ലീസ്റ്റ് 1 ടെയിൽ വരുന്നതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതണം. അറ്റ്ലീസ്റ്റ് 1 ടെയിൽ. ഇതാണ് ഇതിൻ്റെ ഈവൻറ്റ്, ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ്. ഇനി നിങ്ങൾ ആ പർട്ടിക്കുലർ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ ഈവൻറ്റിൻ്റെ മാത്രം ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിലെ ടോട്ടൽ സാമ്പിൾ പോയിൻറ്റ്സ്. പിന്നെ ആ മാത്രം ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ 3 വരും, ഡിവൈഡഡ് ബൈ 4 വരും. ആൻസർ 3/4 ആണ് നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് ഈവൻറ്റ് എ. നെക്സ്റ്റ് ഡൈ ഈസ് ത്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈ ഈസ് ത്രോൺ ആൻഡ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഈവൻറ്റ്സ്. അപ്പോൾ ഡൈ ത്രോ ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന പോലെ സാമ്പിൾ സ്പേസ് ഇത് വരും. ഈ പ്രൈം നമ്പർ വരുന്നത് 2ഉം 3ഉം 5ഉം ആണ് ഇവിടുത്തെ പ്രൈം നമ്പർ. ആ പ്രൈം നമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈവൻറ്റ് എ എന്ന് പറയുന്ന ഈവൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഈവൻറ്റുകൾ എടുത്ത് എഴുതാനാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്, 3 ഔട്ട്കം ഉള്ളത് കൊണ്ട് 3/6 ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി. 1/2 എന്ന് ഇവിടെ വരും. 1/2 എന്ന് ഇവിടെ വരും. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് an event of the occurrence of a number greater than 3, greater than or equal to 3. അപ്പോൾ 3-3-നേക്കാൾ വലിയ നമ്പേഴ്സ് വരുന്നത്. അപ്പം അങ്ങനെ 4 എണ്ണം എടുക്കാൻ പറ്റും. ഇപ്പോൾ 4/6 ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി, വിച്ച് ഈസ് 2/3 റെഡ്യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് അങ്ങനെ ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി ഈ പറയുന്ന പോലെ let d be the event of occurrence of a number greater than 6. അപ്പോൾ 6-നേക്കാൾ വലിയ നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡൈൻ്റെ കേസിൽ ഈ ഈവൻ്റ് എന്താണ്, നൾ സെറ്റാണ്. അങ്ങനെ ഒരു ഈവൻ്റ് ഇല്ല, നൾ ഈവൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഈവൻറ്റിനകത്ത് നമ്പർ ഓഫ് ഔട്ട്കംസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, നമ്പർ ഓഫ് ഔട്ട്കംസ് 0 ആണ്. അപ്പോൾ 0/6 എന്ന് വരും. ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി, അതായത് നൾ ഈവൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, പ്രോബബിലിറ്റി 0 ആയി. ആ ഈവൻറ്റ്, ആ ഔട്ട്കംസ് പോസിബിൾ അല്ല. സോ 0 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. Okay, moving on to the 4th question. A card is selected from a pack of 52 cards. അപ്പം 52 കാർഡ്സിൻ്റെ പാക്കിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കാർഡിൻ്റെ കേസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം 52 കാർഡ്സ് ഉണ്ട്. ഒരു ഡെക്കിൽ 52 കാർഡ്സ് ഉണ്ട്. ഡെക്ക് ഓഫ് കാർഡ് എന്ന് പറഞ്ഞാൽ 52 കാർഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ബ്ലാക്ക് സ്യൂട്ട്സും ഉണ്ട്, റെഡ് സ്യൂട്ട്സും ഉണ്ട്. നിങ്ങൾക്ക് ബ്ലാക്ക് സ്യൂട്ട്സ് കറക്റ്റ് 26ഉം റെഡ് സ്യൂട്ട്സ് 26 ഈച്ച് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ബ്ലാക്ക് തന്നെ എന്താണ്, സ്പെയ്ഡ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് 2 സ്യൂട്ടുകളുണ്ട്. സ്പെയ്ഡ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് അത് 13 ഈച്ചാണ് കേട്ടോ, 13 ഈച്ചാണ്. ഇനി നമ്മുടെ റെഡ് സ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഡയമണ്ടും ഹേർട്ടും വരും. ഡയമണ്ട് ഹേർട്ട്, ദാറ്റ് ഈസ് ഓൾസോ 13 ഈച്ചാണ്. ഇനി ഒരു സ്യൂട്ട് പ്രത്യേകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 ഫേസ് കാർഡ്സ് വരും. 3 ഫേസ് കാർഡ്സ് ഏതൊക്കെയാണ് മക്കളെ ഫേസ് കാർഡ്സ്? കിങ്, ക്യൂന്, ജാക്ക് എന്നിങ്ങനെയാണ് ഫേസ് കാർഡ്സ് വരുന്നത്. അപ്പോൾ 3 ഫേസ് കാർഡ്. ഇനി നോട്ട് ഫേസ് കാർഡ്, ഫേസ് കാർഡ് അല്ലാത്തത്, നോട്ട് ഫേസ് കാർഡ്, ഫേസ് കാർഡ് അല്ലാത്തത് കാർഡ്സ് ഏതൊക്കെയാണ്? ഫേസ് കാർഡ് അല്ലാത്ത കാർഡ്സ് 10 കാർഡുണ്ട്, 10 കാർഡ്സ് ഉണ്ട്. അതിനകത്താണ് ഒരു ഏസ് കാർഡും വരും. ദെൻ 2 to 10 നമ്പർ കാർഡ്സും വരും. 2 to 10 നമ്പർ കാർഡ്സും വരും. അപ്പോൾ ഇതാണ് ഒരു കാർഡിൻ്റെ ഡെക്കിൻ്റെ അലൈൻമെൻറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി പോയിൻറ്റ്സ് ആർ ദെയർ ഇൻ എ സാമ്പിൾ സ്പേസ്? അപ്പോൾ ഇതിനകത്ത് സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ 52 കാർഡ്സ് നമുക്ക് അവിടെ പിക്ക് ചെയ്യണം. ഇതൊരു ഈക്വലി ലൈക്ലി ഈവൻ്റ് ആണ്. 1/52 ആണ് ഓരോ കാർഡിൻ്റെയും പ്രോബബിലിറ്റി വരുന്നത്.
അതായത് 52 കാർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ സാമ്പിൾ സ്പേസിനകത്ത് ഔട്ട്കംസ് അല്ലെങ്കിൽ സാമ്പിൾ പോയിൻറ്റ്സ് എത്ര വരണം? 52 വരണം. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ദെൻ കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ആൻ ഏസ് ഓഫ് സ്പേഡ്. അപ്പോൾ സ്പേഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്യൂട്ടിനകത്ത് ഒരു ഏസ് കാർഡേ ഉള്ളൂ. ആ ഒരു ഏസ് കാർഡ് 52 കാർഡ്സിൽ നിന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോബബിലിറ്റി 1/52 അവിടെ വരണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ആൻ ഏസ് കാർഡ് ആൻഡ് ബ്ലാക്ക് കാർഡ്. അപ്പോൾ നമ്മൾ കാർഡ് പിക്ക് ചെയ്യുന്നു, അത് ഏസ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റിയും ബ്ലാക്ക് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏസ് കാർഡ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഏസസ് ആറിൻ്റെ പാക്ക് ഓഫ് 52 കാർഡ്സ്. അപ്പോൾ 4 സ്യൂട്ടിനകത്ത് 4 ഏസ് കാർഡായിട്ടുണ്ട്. അപ്പോൾ 4 ഏസ് കാർഡുകൾ 52 കാർഡ്സിൽ നിന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ 4/52 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി വരുന്നത്. നമ്മൾ 52വിൻ്റെ ഫാക്ടറായിട്ട് എന്തൊക്കെ വരും? 52വിൻ്റെ ഫാക്ടറാണ് 13 × 4 ആണ്. സോ 1/13 അവിടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടും. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബ്ലാക്ക് കാർഡ് പിക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന കാർഡ് ബ്ലാക്ക് കാർഡ് ആവണം. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. അപ്പോൾ 26 ഡിവൈഡഡ് ബൈ എന്ത് വരണം? 52 വരണം. സോ 26 × 2 ആണ് 52. സോ അവിടെ 1/2 ആണ് നമുക്ക് അവിടെ കിട്ടുന്ന പ്രോബബിലിറ്റി. Then moving on to the fifth question, a fair coin with 1 marked on one face and 6 on other and a fair die are both tossed. ഓക്കെ, എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ്. എ ഫെയർ കോയിൻ വിത്ത് 1 മാർക്ഡ് ഓൺ വൺ ഫേസ്, അതായത് ഹെഡ് ടെയിൽ എന്നതിന് പകരം ഇവിടെ ഹെഡിൻ്റെ അവിടെ 1ഉം ടെയിലിൻ്റെ അവിടെ 6 മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കോയിൻ അവിടെ ടോസ് ചെയ്യുന്നു. ആൻഡ് എ ഫെയർ ഡൈ ആർ ബോത്ത് ടോസ്ഡ്. ഒരു ഡൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാമല്ലോ, ഒരു ഡൈ എന്ന് പറയുമ്പോൾ 1 to 6 കൗണ്ടിങ് നമ്പേഴ്സ് ഓരോ ഫേസിലും വരുന്നൊരു ചെറിയൊരു ക്യൂബാണ്. അപ്പോൾ അത് രണ്ടും ഒരേ ടൈം ടോസ് ചെയ്യുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ടേൺ അപ്പ് ഈസ് 3 and 12. അപ്പോൾ വരുന്ന നമ്പേഴ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 3ഉം 12ഉം വരുന്ന പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന പോലെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 1 or 6 കിട്ടും. ഇനി കോയിനകത്ത് 1ഉം ഈ പറയുന്ന പോലെ ഡൈക്കകത്ത് ഏതൊക്കെ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് 3ഉം 12ഉം പ്രോബബിലിറ്റീസ് വരുന്നത് നോക്കാം. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1ഉം 1 വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ദ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ സാമ്പിൾ സ്പേസ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്പേസ് ആദ്യം എഴുതാം. സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ 1 ഫസ്റ്റ് വരുന്ന തരത്തിൽ നമുക്ക് എഴുതാം, 6ഉം ഫസ്റ്റ് വരുന്ന തരത്തിൽ എഴുതാം. ദെൻ ഈ പറയുന്ന പോലെ 1 to 6 കൗണ്ടിങ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ 6 ഔട്ട്കംസ് ഉള്ള ഒരു സാമ്പിൾ സ്പേസ് അവിടെ കിട്ടി. ദെൻ ഫസ്റ്റ് ഈവൻറ്റ് ചോദിച്ചിരിക്കുന്നത് ദ സം ഓഫ് ദ ഈവൻറ്റ്സ് സം ഓഫ് ദ നമ്പേഴ്സ് എന്ത് വരണം? 3 വരണം. അങ്ങനെ സം ഓഫ് ദ നമ്പേഴ്സ് 3 വരുന്നത് ഏതൊക്കെ കേസ് മാത്രമേ ഉള്ളൂ? ഒരു കേസിലേ ഉള്ളൂ. 1ഉം 2ഉം ഔട്ട്കം വരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് കോയിൻ 1 ഷോ ചെയ്യുമ്പോൾ ഡൈ 2 ഷോ ചെയ്യണം. ഇത് മാത്രമേ എന്താ വരുന്നുള്ളൂ? സം 3 വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഔട്ട്കം ഉള്ളതുകൊണ്ട് 1 നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് 12 ആയതുകൊണ്ട് 1/12 ആണ് അവിടുത്തെ ആൻസർ. അതിന് സെക്കൻഡ് ഈവൻറ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 12 വരണം. അതായത് ഫസ്റ്റ് ഡൈയിൽ എന്ത് വരുന്നോ, ഫസ്റ്റ് കോയിനിനകത്ത് എന്ത് വരുന്നോ അതും സെക്കൻഡ് ഡൈക്കകത്ത് എന്ത് കാണിക്കുന്നോ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 12 വരണം. അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യുള്ളൂ? ഒരു ഔട്ട്കം മാത്രമേ ഉള്ളൂ, 6ഉം 6ഉം വരുന്നത്. ബാക്കി ഈ 1 വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എന്ത് ആഡ് ചെയ്താലും എന്ത് കിട്ടില്ല? 12. മാക്സിമം 6, 1ഉം 6ഉം വരുമ്പോൾ അതിൻ്റെ സമ്മ് വരുന്നത് 7 ആണ്. അത് പറ്റില്ല. സോ 6ഉം 6ഉം വരുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഔട്ട്കം പോസിബിൾ ആയിട്ടുള്ളൂ. സോ അവിടുത്തെ 1/12 ആണ് വരുന്നത്. അപ്പോൾ ഇത്ര ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ 6th ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 6th ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? there are 4 men ഓക്കെ ആൻഡ് 6 women ഓൺ ദ സിറ്റി കൗൺസിൽ. ഇപ്പോൾ ടോട്ടൽ 10 ആൾക്കാരുണ്ട്. 4 men ഉണ്ട്. പിന്നെ എത്ര വുമൺ? 6 womenഉം വരുന്നുണ്ട്. ഇഫ് 1 കൗൺസിൽ മെമ്പർ ഈസ് സെലക്റ്റഡ് ഫ്രം എ കമ്മിറ്റി അറ്റ് റാൻഡം. ഓക്കെ, ഇപ്പോൾ ഒരാളെയാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഹൗ ലൈക്ലി ഈസ് ദാറ്റ് എ വുമൺ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? സാമ്പിൾ സ്പേസിനകത്തോട്ട് എത്ര പേര് വരും? റാൻഡം എക്സ്പെരിമെൻ്റ് സാമ്പിൾ സ്പേസിൽ 10 മെമ്പേഴ്സ് വരും. ഈ 10 മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 10 മെമ്പേഴ്സ് പേഴ്സൺ വൈസ് എടുക്കുമ്പോൾ 1/10 ആണ്. ശരിയല്ലേ? 1/10 ആണ്. അതൊരു ഈക്വലി ലൈക്ലി ഈവൻ്റ് ആണ്. ഈ പറയുന്ന പോലെ ഇപ്പോൾ അവിടെ
10 ആണ് അവിടുത്തെ എന്ത് നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ്. അപ്പോൾ അവിടെ സാമ്പിൾ പോയിൻറ്റ് 10 വന്നു. അപ്പോൾ ടോട്ടൽ 10. ദെൻ എത്ര വുമൺ ഉണ്ട്? 6 വുമൺ ഉണ്ട്. 6 വുമണിനെ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? അപ്പോൾ ഈ ഒരാളെ സെലക്ട് ചെയ്യുന്നത് വുമൺ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 വുമൺ ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസർ 6/10 റെഡ്യൂസ് ചെയ്യുമ്പോൾ 3/5 എന്ന് വരും. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു റെക്കോർഡഡ് വീഡിയോയ്ക്കകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാം 27-നാണ്. നന്നായിട്ട് പഠിക്കുക, നല്ലപോലെ റിവൈസ് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങളെ +2 പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോഡലിന് ചോദിച്ച അതേ പാറ്റേൺ അല്ല, മോഡലിന് ചോദിച്ച ആ ഒരു ടഫ് അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സിലല്ല ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ടഫ്, കുറച്ചും കൂടെ സീരിയസ് ആയിട്ടാണ് അവർ ആ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലുള്ളത് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പ്രിപ്പയർ ചെയ്യായി പോവുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു.